ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാനാകാതെ രക്ഷാസംഘം. മൂടൽമഞ്ഞും ദുർഘടമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ വർസാഖാന് സമീപം ഇടിച്ചിറക്കുകയായിരുന്നു. എസ് രാംകുമാർ ഉണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാംകുമാറിലേക്ക് പോകുന്നു. രാംകുമാർ, എന്താണ് സംഭവിച്ചത്? ഈ അപകടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് പോകാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെ? ഗോകുൽ, ഈ ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്ന ഒരു സൂചന മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സ്ഥലം എവിടെയാണ് കൃത്യമായി ഇടിച്ചിറക്കിയതെന്നോ അത് സ്ഥിരീകരിക്കാൻ പോലും ഇപ്പോൾ രക്ഷാ സംഘത്തിന് സാധിച്ചിട്ടില്ല. വർസാഖാനും ജോൾഫ നഗരത്തിനും ഇടയിലുള്ള ഒരു വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് സൂചന. അവിടുത്തെ പ്രദേശവാസികളിൽ ചിലർ ഇതിൻ്റെ ഒരു വലിയ ശബ്ദം കേട്ടതായിട്ടെല്ലാം ചില മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഈ സ്ഥലം കണ്ടെത്താൻ ഇപ്പോഴും രക്ഷാസംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നിത് വനമേഖലയാണ്, മറ്റൊന്ന് ഇവിടെ കടുത്ത മൂടൽമഞ്ഞുണ്ട്. അതുമാത്രമല്ല ഈ ഒരു മലനിരകൾ ഉള്ള ഒരു ദുർഘടമായ ഒരു ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാസംഘത്തിന് ഈ സ്ഥലം കണ്ടെത്താനോ അവിടേക്ക് എത്തിച്ചേരാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇബ്രാഹിം റൈസി ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനിലയെക്കുറിച്ചും യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇറാനിലെ പള്ളികളിലും മറ്റും ഈ പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കും അദ്ദേഹം ഈ അപകടത്തെ അതിജീവിക്കുന്നതിനും വേണ്ടിയെല്ലാം പ്രാർത്ഥനകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 40ഓളം സംഘങ്ങൾ ആയിട്ടാണ് ഈ പ്രദേശത്തെ തെരച്ചിൽ നടത്തുന്നത്. അവരുടെ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു തെരച്ചിൽ നടത്താൻ ശ്രമം നടത്തിയെങ്കിലും ഈ മൂടൽമഞ്ഞ് വെല്ലുവിളിയായി. അതേ തുടർന്ന് ഈ വ്യോമ രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ടിലുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. അതേസമയം ഈ ജോൾഫയ്ക്കും വർസിഖാനും ഇടയ്ക്കുള്ള വനമേഖലയിൽ ഇത് തകർന്നു വീണു. ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ അസർബൈജാൻ സന്ദർശനത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റൈസിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടത്. ഇത് കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് സൂചന. ഗൂഗിൾ. രാംകുമാർ, ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെയൊക്കെ ഇറാന്റെ അതിനകത്തിലെ പങ്ക്, അല്ലെങ്കിൽ ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ട്. അമേരിക്കയും ഒപ്പം ഈ ഇസ്രയേലും ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു അപകടത്തിന്റെ ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്നോ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഗോകുൽ, നിലവിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇറാൻ പോലും കടന്നിട്ടില്ല. അവരിപ്പോൾ അവരുടെ പ്രാഥമിക ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇബ്രാഹിം റൈസിയെ ഈ അപകട സ്ഥലത്ത് എത്തിച്ചേർന്ന് ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കുക എന്നതാണ്. നിലവിൽ ഇതിനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നത് കുറച്ച് കടന്ന കൈയായി പോയേക്കാം. എന്നാൽ പോലും ഇറാൻ ഇപ്പോൾ അതിൻ്റെ ഒരു വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടെ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പശ്ചിമേഷ്യൻ രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഇറാൻ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന ഒരു സായുധ സംഘടനയാണ് ഹമാസ്. അതിൻ്റെ പേരിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അപകടമുണ്ടായത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ, ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഉയരുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഇപ്പോൾ ഇറാനോ മറ്റ് രാജ്യങ്ങളോ കടന്നിട്ടില്ല. അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഒന്നും തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇത് മാത്രമല്ല, ഇബ്രാഹിം റൈസിയുടെ ഒരു ഭരണകാലം എടുക്കുകയാണെങ്കിൽ 2021 അദ്ദേഹം പ്രസിഡന്റ് ആയത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് അവിടെ ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അതിശക്തമായിരുന്നു. ഇബ്രാഹിം റൈസിക്ക് അത് അത്ര വലിയൊരു സമരത്തെ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വെല്ലുവിളികളിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി. അതുമാത്രമല്ല അദ്ദേഹം അവിടുത്തെ അയത്തുള്ള ഖൊമേനിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. ഭാവി ഈ നിലവിലെ അലി ഖൊമൈനിയുടെ ഒരു പിൻഗാമിയായി വരാൻ പോലും പലരും സാധ്യത കൽപ്പിക്കുന്ന ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ ഒരു അപകടം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അവർ കാണുന്നതും അതിനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതും. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്.
മോശം കാലാവസ്ഥയും ഇപ്പം വനപ്രദേശത്താണ് ഈ അപകടം സംഭവിച്ച ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അടക്കം, അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെ ആരോഗ്യനില അടക്കം ഉള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തമായ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എസ് രാംകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.